കാർഷിക വാർത്തകൾ. നാളികേര ഉൽപ്പന്നങ്ങളെ ബാധിച്ച മാന്ദ്യം തുടരുന്നു. മധ്യ കേരളത്തിൽ ജാതിക്ക വിലയിൽ ഉണർവ്. റബ്ബർ വിപണിയിൽ ഡിമാൻഡ് മങ്ങി. നാളികേര ഉൽപ്പന്നങ്ങളെ ബാധിച്ച മാന്ദ്യം തുടരുന്നു. വൻകിട മില്ലുകാർ കൊപ്ര സംഭരണത്തിൽ വരുത്തിയ കുറവ് കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ വില കുറച്ചും ചരക്ക് വിറ്റുമാറി. തമിഴ്നാട് വിപണിയിലെ വിൽപ്പന സമ്മർദ്ദം നമ്മുടെ വിപണിയിലും പ്രതിഫലിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില തുടർച്ചയായ രണ്ടാം ദിവസവും 200 രൂപ കുറഞ്ഞപ്പോൾ കൊപ്രയ്ക്ക് 2 ദിവസം കൊണ്ട് 600 രൂപ ഇടിഞ്ഞു. എന്നാൽ കങ്കായത്ത് കൊപ്ര വില ഇന്ന് 100 രൂപ മാത്രമാണ് താഴ്ന്നത്. മധ്യകേരളത്തിലെയും ഹൈറേഞ്ചിലെ വിപണികളിൽ ജാതിക്ക വിലയിൽ ഉണർവ്. കയറ്റുമതിക്കാരും കറിമസാല വ്യാപാരികളും സംഭരണ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉത്സവകാല ഡിമാൻഡ് വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് മധ്യകേരളത്തിലെയും ഹൈറേഞ്ചിലെയും ജാതി കർഷകർ. ജാതിക്ക, ജാതിപ്പരിപ്പ്, ജാതിപത്രി തുടങ്ങിയവയ്ക്ക് ഉത്തരേന്ത്യൻ ആവശ്യക്കാരുണ്ട്. അറബ് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാരും ചരക്ക് ശേഖരിക്കുന്നുണ്ട്. ജാതിക്ക വില കിലോ 300 രൂപയായും ജാതിപ്പരിപ്പ് വില 600 രൂപയായും ഉയർന്നു. അനുകൂല കാലാവസ്ഥയിൽ കേരളത്തിലെ ഒട്ടുമിക്ക റബ്ബർ തോട്ടങ്ങളിലും ടാപ്പിംഗ് രംഗം സജീവമായി. കാലവർഷത്തിന്റെ തുടക്കം മുതൽ മികച്ച അവസരം കാത്തുന്ന ഉൽപാദകർക്ക് തുടർച്ചയായ ദിവസങ്ങളിൽ ടാപ്പിംഗ് സാഹചര്യം ഒരുക്കിയത് ചിങ്ങത്തിൽ മാത്രമാണ്. ഉൽപാദന മേഖലയിലെ ഉണർവ് കണ്ട് ഉത്തരേന്ത്യൻ വ്യവസായികൾ ഷീറ്റ് സംഭരണം കുറിച്ച് നിരക്ക് താഴ്ത്താൻ നീക്കം തുടങ്ങി. ഡിമാൻഡ് മങ്ങിയതോടെ 4ാം ഗ്രേഡിന് കരുത്ത് നഷ്ടപ്പെട്ടത് സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലുമാക്കി. കൊച്ചി, കോട്ടയം വിപണികളിൽ നിരക്ക് 100 രൂപ കുറഞ്ഞ് 19,000 രൂപയായി. 5ാം ഗ്രേഡ് 18,600 രൂപയിലും കൈമാറി. അതേസമയം ബാങ്കോങ്ങിൽ റബ്ബറിന് 213 രൂപ വർദ്ധിച്ച് 18,567 രൂപയായി. വിളനാശം നേരിട്ട കർഷകർക്ക് നെല്ലിന്റെ സംഭരണ തുകയായി 1,17,00,000 രൂപ അനുവദിച്ചു. പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് പതിരായ നെല്ല് സംഭരിക്കുന്നതിൽ മില്ലുകാർ വിമുഖത കാണിച്ച സാഹചര്യത്തിലാണ് സർക്കാർ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത്. പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് വലിയ തോതിൽ വിളനാശം നേരിട്ട കർഷകരിൽ നിന്നും കൃഷിവകുപ്പ് നേരിട്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന സംഭരിച്ച നെല്ലിന്റെ സംഭരണ തുകയാണ് അനുവദിച്ചത്. കർഷകരുടെ അധ്വാനത്തിലുള്ള പരിഹാരം കേവലം നഷ്ടപരിഹാര തുകയിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സപ്ലൈകോയിലൂടെ കേന്ദ്ര സർക്കാരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത്. സപ്ലൈകോ മില്ലുകാരെ ചുമതലപ്പെടുത്തിയാണ് സംഭരണ പ്രവർത്തനങ്ങൾ പാടശേഖര അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്നത്. ഇത്തരത്തിൽ സപ്ലൈകോ വിവിധ മില്ലുകൾ മുഖേന സംഭരിക്കുന്ന നെല്ല് അരിയാക്കി തിരികെ സപ്ലൈകോയിലേക്കും പിന്നീട് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ഉപഭോക്താക്കളിലേക്കും വിതരണം ചെയ്ത അളവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മാസാവസാനം മാത്രമേ കേന്ദ്രത്തോട് തുക ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. 2,601 കോടി രൂപ ഇനിയും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. റേഷൻ കടകളിലെ EPOS യന്ത്രങ്ങൾ തകരാറിലാകുന്നത് പോലും സമയബന്ധിതമായി കർഷകരുടെ നെല്ലിന്റെ തുക നൽകാൻ തടസ്സമാകുന്ന സ്ഥിതിയുണ്ട്. കർഷകരുടെ പ്രതിസന്ധിയിൽ ഇത്തരത്തിലുണ്ടാകുന്ന കാലതാമസം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ലെന്നും മന്ത്രി ആലപ്പുഴയിൽ കർഷകർക്ക് തുക വിതരണം ചെയ്തുകൊണ്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഖാരിഫ് വിളകൾ നശിച്ചു. പച്ചക്കറി വില ഉയർന്നേക്കും. കർഷകർക്ക് കനത്ത നാശനഷ്ടം നേരിടേണ്ടി വന്നുവെന്ന് റിപ്പോർട്ട്. ദക്ഷിണേന്ത്യയിലടക്കം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തവണ കനത്ത മഴയാണ് പെയ്തത്. ഇത് പ്രധാന ഖാരിഫ് വിളകളായ ഉഴുന്ന്, തുവര, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, പരുത്തി, പച്ചക്കറികൾ എന്നീ കൃഷികൾ വ്യാപകമായി നശിക്കാനിടയാക്കിയിട്ടുണ്ട്. അതിനാൽ ഇത്തവണ കർഷകർക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. മുംബൈയിൽ മിക്ക പച്ചക്കറികളുടെയും വില 30 മുതൽ 40% വരെ ഇടിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ കൃഷിയിടങ്ങളിൽ നിലനിന്നിരുന്ന വിളകൾക്ക് കേടുപാടുകൾ സംഭവിച്ച പച്ചക്കറികളുടെ വില ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി ചെയ്ത പയറുവർഗ്ഗങ്ങളുടെ ലഭ്യത വില നിയന്ത്രണ വിധേയമാക്കാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേയില വിലയിൽ കനത്ത ഇടിവ്. ഇറക്കുമതിയിലെ വർധനയും കയറ്റുമതി കുറഞ്ഞതുമാണ് വിലയെ ബാധിച്ചത്. തേയില വിലയിൽ 50% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കെനിയ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് കുറഞ്ഞ വിലയിൽ കൂടുതൽ തേയില ഇന്ത്യയിലേക്ക് എത്തുന്നത്. US-ന്റെ താരിഫ് വിഷയം മൂലം ചെറുകിട തേയില കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത തേയിലയുടെ വിലയാണ് ഈ മാസം 50% ഇടിഞ്ഞ് 14 രൂപയായത്. ഇതിനകം തന്നെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സംസ്കരിച്ച തേയിലയുടെ ചില്ലറ വിൽപ്പന വില കൂടുതൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് തേയില കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ജൂലൈ, ഓഗസ്റ്റ് കാലയളവിൽ കണ്ടതിനേക്കാൾ 10 മുതൽ 15% കുറവാണ് നിലവിൽ തേയിലയുടെ ചില്ലറ വിൽപ്പന വില. അസം, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ഏകദേശം 24 ദശലക്ഷം ചെറുകിട തേയില കർഷകരെയാണ് ഇത് പ്രത്യക്ഷത്തിൽ ബാധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ വിപണിയിലേക്ക് കേരളത്തിൽ നിന്ന് പുതിയൊരു ബ്രാൻഡ്. ആദിവാസി കർഷകരുടെ സ്വന്തം ബ്രാൻഡായ ആതിരപ്പിള്ളിയാണ് പുതിയ വിപണികൾ കണ്ടെത്തിയിരിക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ സാമ്പത്തിക സഹായത്തോടെ ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി കൃഷിവകുപ്പ് നടപ്പാക്കിയ ബ്രാൻഡാണ് അതിരപ്പിള്ളി. അതിരപ്പിള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെയാണ് ഈ ബ്രാൻഡിന്റെ പിറവി. 2020-ലാണ് പദ്ധതി രൂപീകരിച്ചത്.
വിളകളുടെ സംഭരണം, സംസ്കരണം, അതിരപ്പിള്ളി എന്ന ബ്രാൻഡിന് കീഴിലെ വിൽപ്പന എന്നിവയായിരുന്നു ലക്ഷ്യം. ആഗോള വിപണിയിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി സ്വീഡനുമായി മാർച്ചിലാണ് കമ്പനി ധാരണയിലെത്തിയത്. മഞ്ഞൾ, കാപ്പി, കുരുമുളക്, കൂവ എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ കൂടാതെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന തേൻ, കുടംപുള്ളി തുടങ്ങിയവയും അതിരപ്പിള്ളി ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നുണ്ട്. പദ്ധതി മേഖലയിലെ കർഷകരെ ഉൾപ്പെടുത്തി 2022 അതിരപ്പിള്ളി ട്രൈബൽ വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപവൽക്കരിച്ചിരുന്നു. 450-ലധികം ആദിവാസി കർഷകരാണ് കമ്പനിയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.